ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. വൈരാഗ്യവും പ്രതികാരബുദ്ധിയും അന്ധവിശ്വാസവും ഒരാളെ എത്രമാത്രം ക്രൂരനാക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇയാൾ. ചെന്താമരയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളുടെ ഭാര്യയും മക്കളും അയാളെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ സുധാകരന്റെ ഭാര്യ സജിത കാരണമാണ് അവർ തന്നെ വിട്ടുപോയതെന്ന ധാരണയിലാണ് 2019 സജിതയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം അയാൾ പിടിക്കപ്പെട്ടപ്പോഴും മനസ്സിൽ മുഴുവൻ വൈരാഗ്യമാണ്. അതുകൊണ്ട് തന്നെ 5 വർഷത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങി ഇരട്ട കൊലപാതകം നടത്തിയത്. അതിനുശേഷം ഒളിവിൽ പോയ ചെന്താമരയെ കുടുക്കിയത് അയാളുടെ വിശപ്പായിരുന്നു. വിശന്നു വലഞ്ഞ് പോത്തുണ്ടി മലയിറങ്ങി സ്വന്തം വീട്ടിലേക്ക് നടന്ന ചെന്താമര പോലീസ് കുരുക്കിക്കെണിയിൽ വീഴുകയായിരുന്നു. ചെന്താമരയുടെ ജ്യേഷ്ഠന്റെ നിർണായക മൊഴിയെ തുടർന്നാണ് പോലീസ് കെണിയൊരുക്കിയത്. ചെന്താമരയ്ക്ക് 2 ദിവസത്തിൽ കൂടുതൽ വിശപ്പ് സഹിച്ചിരിക്കാൻ പറ്റില്ലെന്നായിരുന്നു ജ്യേഷ്ഠന്റെ മൊഴി. വിശന്നിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ചെന്താമര. പോലീസ് ഭക്ഷണം നൽകി. കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ചരട് ലോക്കപ്പിൽ കയറ്റുന്നതിന് മുൻപേ മുറിച്ചു മാറ്റുകയും ചെയ്തു. ചെന്താമര പിടിയിലാകുന്ന സമയം നാട്ടുകാർ സ്ഥലത്തില്ലായിരുന്നു. നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രതിയെ തല്ലിക്കൊന്നേനെയെന്നും പാലക്കാട് SP അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു സെൻസേഷണൽ കേസായിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് എല്ലാം എഫേർട്ട് എടുത്തു. ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ ഇൻഫർമേഷൻ ആയിരുന്നു സെയിം ദാറ്റ് ഇയാൾക്ക് ഒരു കോഴിക്കോടിൽ കണ്ടു, ഇയാൾക്ക് ബാംഗ്ലൂരിൽ കണ്ടു, ഇയാൾക്ക് മറ്റ് ഒരു കോളനി ഭാഗത്ത് കണ്ടു. എല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പോയി. പക്ഷേ ഫൈനലി ഇയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നിയർ ബൈ ഹിസ് ഹൗസ് പാഡിലാണ് ഒരു ആ സ്ഥലത്ത് തന്നെ നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പേഴ്സൺ പിടികൂടാൻ സാധിച്ചു. ഇയാളിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. ഞങ്ങൾ വിശദമായിട്ട് ഒരു പ്രാവശ്യം ഇയാൾക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ അതെല്ലാം പ്രിലിമിനറിയാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാനൊക്കെ ബാക്കിയാണുള്ളത്. വാട്ട് എവർ ഇൻഫർമേഷൻ ഐ എം ഗിവിംഗ് നൗ ഇത് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണുള്ളത്. ഇതിൻ്റെ കൊറാബറേഷൻ കൺഫർമേഷൻ ഇപ്പോൾ ബാക്കിയാണ്. ഇയാൾക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഒരു ബാർഡ് ഫെൻസിങ് ആണ് അവിടെ. അത് ചാടിട്ട് പിന്നെ ഇയാൾ പുറകിൽ ഭാഗത്തേക്ക് ഓടിപ്പോയി നേരെ മഴ ഭാഗത്തേക്കാണ് ഇയാൾ പോയത്. അവിടെ പോയിട്ട് ഇയാൾ 2 ദിവസം ഏകദേശം 1.5 ദിവസം 1.5 days ആ മലയിൽ തന്നെ ഇയാൾ നിന്നു. നമ്മുടെ പോലീസ് പാർട്ടീൻ്റെ മുഴുവൻ സെർച്ച് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഇയാൾ എല്ലാം ഈ സെർച്ചിൻ്റെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പേർട്ടാണ്. ഇയാൾക്ക് ആ സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം. ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് അറിയാം. സോ ഹി നോസ് ഹൗ ടു ഹൈഡ്. ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസുകാരുടെ സെർച്ചിൻ്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു. ഇന്നലെ ഫൈനലി 1.5 ദിവസമായതുകൊണ്ട് ഭക്ഷണം ഇയാൾക്ക് കിട്ടിയിട്ടില്ല. സോ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു. ഇയാൾ താഴത്താണ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന വഴിയിലാണ് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പാർട്ടി ഇയാൾക്ക് പിടിച്ചത്. ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വി വിൽ ബി റീക്രിയേറ്റിംഗ് ദ ക്രൈം സീൻ ഇൻ ഹിസ് പ്രസൻസ്. സോ അത് നിങ്ങൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് മറ്റ് നടപടികൾ എടുക്കാൻ ഇപ്പോൾ പോകുന്നു. കേസിൻ്റെ അന്വേഷണം ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പോലീസ് പാർട്ടി എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ ഒരു
ചെറിയ ചെറിയ കാര്യം വെരിഫൈ ചെയ്തിട്ട് ഈ അന്വേഷണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പല സയൻറ്റിഫിക് ഹെൽപ്പ് കൂടി ഞങ്ങൾ എടുത്തിരുന്നു. ഈ കണ്ടിന്യൂസ് പോലീസ് ഡിപ്ലോയ്മെൻറ്റ് ആയതുകൊണ്ട് ഇയാൾക്ക് നമുക്ക് സേഫായിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചു. ഇന്നലെ രാത്രി കൂടി ഇയാളുടെ സേഫ്റ്റി ഞങ്ങൾ നല്ല രീതിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. DYSP അലത്തൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ ടീം നമ്മുടെ അന്വേഷണ സംഘം ഫംഗ്ഷൻ ചെയ്തത്. ഇതിൽ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ പാലക്കാട് അഡീഷണൽ SP ഹരിദാസൻ, പിന്നെ ASP അണ്ടർ ട്രെയിനി അച്യുത്, അലത്തൂർ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, മറ്റ് ഓഫീസർമാർ, നെന്മാറ പോലീസ് സ്റ്റേഷനിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, പിന്നെ ഇയാൾക്ക് ക്വസ്റ്റ്യനിങ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞില്ലേ, മറ്റ് അതർ ഫാമിലി, മറ്റ് കുടുംബമാണ് ഈ ആസ്ട്രോളജർ പിന്നെ മന്ത്രവാദികൾക്ക് കണ്ടിട്ട് അവന്മാരുടെ സഹായം എടുത്തുകൊണ്ട് ഇയാളുടെ ഭാര്യ ആണ് ഇയാൾക്ക് ഒഴിവാക്കിയിട്ട് പോയത്. ദാറ്റ് ഈസ് ഹിസ് ബിലീഫ്. സോ ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല, അങ്ങനെയാണ് ഇയാൾ പ്രാഥമികമായിട്ട് പറഞ്ഞത്. പക്ഷെ നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യാം. പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാൻ നമുക്ക് ഇപ്പോൾ പറ്റില്ല. വി ഹാവ് ടു ഗെറ്റ് വെരിഫൈ. ഭാര്യ ഇയാൾക്കാണ് വിട്ടുപോയത്. ഷി ഹാസ് ലെഫ്റ്റ് ഹിം. സോ ഇയാൾ 2019 സോ ആ സമയം മുതൽ ഈ പരസ്പരം ഒരു വൈരാഗ്യമാണ് രണ്ടും ഫാമിലി തമ്മിൽ. വൈഫ് ഹാസ് ലെഫ്റ്റ് ഹിം ബിക്കോസ് ഓഫ് ദ അതർ ഫാമിലി. മറ്റ് കുടുംബത്തിൻ്റെ ഇടപാടായതുകൊണ്ട് ഇയാളുടെ ഭാര്യ ഇയാൾക്ക് വിട്ടുപോയത്. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെപ്പൺസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിൽ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. ഇങ്ങോട്ടാണ് വന്നത്. ഈ ഓൾറെഡി ഈ NBTൻ്റെ കാര്യം ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത്, ഓൾറെഡി അയാളുടെ മനസ്സിൽ വളരെ നന്നായിട്ട് വളരെ വിശദമായിട്ട് ആ NBTൻ്റെ കാര്യം ഉണ്ടായിരുന്നു ഇയാളുടെ മനസ്സിൽ. സോ ഇതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത്. ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും മനസ്സിലായില്ല. പക്ഷേ വി ഹാവ് ടു സെർച്ച് ഹിസ് ഹൗസ് ഇൻ ഡീറ്റെയിൽ വിത്ത് ഹിസ് അസിസ്റ്റന്റ്. അയാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് അയാളുടെ വീട് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് മറ്റെന്തെങ്കിലും ഡയറിയോ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് കണ്ടുപിടിക്കണം. നെന്മാറ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാത്രി 2 മണിയോടെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലെ ഒറ്റ സെല്ലിലേക്കാണ് മാറ്റിയത്. 2019 സജിത കൊലപാതകത്തിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കെയാണ് ജാമ്യം നേടി പുറത്തിറങ്ങി ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയത്. പ്രതിയായ ചെന്താമര മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നും ചെന്താമര പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ചെന്താമരയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു ആണ് വക്കാലത്ത് നൽകിയത്. തുടർന്ന് ചെന്താമരയെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9:30യോടെയാണ് കൊലക്കേസ് പ്രതിയായ ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയത്. 2019 ഓഗസ്റ്റ് 31 ചെന്താമര കൊലപ്പെടുത്തിയ സ്ത്രീയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയുമാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊലക്കത്തിക്കിരയായത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ചെന്താമര. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് ഇയാൾ കൊല നടത്തിയത്. അതിനിടെ നെന്മാറ ഇരട്ടക്കൊലപാതകം തടയുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉത്തരമേഖല IG നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ SHO മഹേന്ദ്രസിംഹനെ സസ്പെൻഡ് ചെയ്തു. ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് കോടതിയെ അറിയിക്കാത്തതിനാണ് നടപടി. നെന്മാറ പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷൻ പരിധിയിലോ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ഇത് ലംഘിച്ചാണ് ഇവിടെ തങ്ങിയത്. ജാമ്യോത്തരവിന്റെ പകർപ്പ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് SHO വിശദീകരിച്ചത്. സുധാകരനും മകളും പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതും ഗുരുതരമായ വീഴ്ചയാണെന്ന് കണ്ടെത്തി. അതുല്യയെയും അഖിലയെയും കാണാൻ കുഴൽമന്ദം ചിതലിയിൽ വലിയമ്മയുടെ വീട്ടിലെത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചിരുന്നു.
ജാമ്യത്തിലിറങ്ങിയ പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാതിരുന്നത് വലിയ വീഴ്ചയായെന്ന് ചെന്നിത്തല ആരോപിച്ചു. അതിന്റെ ഫലമായി 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ പ്രതിഷേധം സ്വാഭാവികമാണെന്നും പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ്. അതൊരു SHOയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഈ കുട്ടികളുടെ അമ്മയെ കൊന്നു, അത് കഴിഞ്ഞ് അച്ഛനെയും അമ്മാമ്മയും കൊന്നു. ഈ കുടുംബത്തെ ആര് സംരക്ഷിക്കും? ആ പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയിലൂടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ആളിനെ അപ്പോൾ തന്നെ അത് ജാമ്യം ക്യാൻസൽ ചെയ്ത് അയാളെ ജയിലിലേക്ക് അയക്കേണ്ടതാണ്. അതുണ്ടാകാതെ പോയതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇപ്പം ഈ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ഈ കുട്ടികളെ ഏറ്റെടുക്കും. ലോകത്തെ നടുക്കിക്കൊണ്ട് അമേരിക്കയിൽ വലിയ ആകാശ ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. യാത്രാ വിമാനവും സേനാ ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർ മരിച്ചതാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. എന്താണ് അപകടത്തിന്റെ കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അമേരിക്കയിൽ യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് പോട്ടോമാക് നദിയിൽ വീണുണ്ടായ അപകടത്തിൽ മരണനിരക്ക് ഉയരുകയാണ്. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാവിലെ 7:30 അപകടമുണ്ടായത്. അമേരിക്കൻ ഈഗിളിന്റെ CRJ-700 വിമാനത്തിൽ 60 യാത്രക്കാരും 4 ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. കാൻസാസിലെ വിജഡയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് പോവുകയായിരുന്ന വിമാനം 3 സൈനികരുമായി പരീക്ഷണ പറക്കലിലായിരുന്ന UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായാണ് അപകടമുണ്ടായത്. ലാൻഡിങ്ങിനെ ശ്രമിക്കുന്നതിനിടെ ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചാണ് വിമാനം നദിയിലേക്ക് വീണത്. വിജിഡയിലെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയ റഷ്യൻ വംശജരും മുൻ ലോക ചാമ്പ്യന്മാരുമായ യെവ്ജീനിയ വാദിൻ നൗമോവും ഉൾപ്പെട്ട 13 ഐസ് സ്കേറ്റർമാരുടെ സംഘവും വിമാനത്തിലുണ്ടായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളും ഹെലികോപ്റ്ററുമായി നടത്തിയ അവസാന ആശയവിനിമയം പരിശോധിച്ചപ്പോൾ വിമാനം സമീപത്തുള്ള വിവരം ഹെലികോപ്റ്ററിനെ അറിയാമായിരുന്നുവെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതിനിടെ അപകടത്തിൽ ബരാക് ഒബാമ, ജോ ബൈഡൻ ഭരണകൂടങ്ങളെ വിമർശിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ നയങ്ങളെയും ട്രംപ് വിമർശിക്കുകയുണ്ടായി. ഒബാമയുടെയും ജോ ബൈഡന്റെയും ഭരണകൂടങ്ങളുടെ കീഴിൽ കടുത്ത ഭൗതിക വൈകല്യമുള്ള ആളുകളെ എയർ ട്രാഫിക് കൺട്രോളർമാരായി നിയമിച്ചിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന സ്ഥാനങ്ങളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും മികച്ചവരാണെന്നും ട്രംപ് പറയുകയുണ്ടായി. ഇത്തരം സന്ദർഭങ്ങളിൽ അപകടം മുന്നിൽ കണ്ട് അതിവേഗം ഉചിതമായ തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവർ എയർ ട്രാഫിക് കൺട്രോളിന്റെ തലപ്പത്തുണ്ടായിരിക്കണമെന്നും ട്രംപ് അറിയിച്ചു. We must have only the highest standards for those who work in our aviation system. I changed the Obama standards from very mediocre at best to extraordinary. You remember that. Only the highest aptitude, they have to be the highest intellect and psychologically superior people were allowed to qualify for air traffic controllers. That was not so prior to getting there. When I arrived in 2016, I made that change very early on because I always felt this was a job that, and other jobs too, but this was a job that had to be superior intelligence, and we didn't really have that, and we had it. And then when I left office and Biden took over, he changed them back to lower than ever before. I put safety first. Obama, Biden, and the Democrats put policy first. And they put politics at a level that nobody's ever seen, because this was the lowest level. Their policy was horrible, and their politics was even worse. So as you know, last week, long before the crash, I signed an executive order restoring our highest standards for air traffic controllers and other important jobs throughout the country. So it was very interesting. About a week ago, almost upon entering office, I signed something last week that was an executive order, very powerful one, restoring the highest standards of air traffic controllers and others, by the way. Then my administration will set the highest possible bar for aviation safety. We have to have our smartest people. It doesn't matter what they look like, how they speak, who they are. It matters intellect, talent, the word talent. They have to be talented, naturally talented geniuses. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഹെലികോപ്റ്ററിലെയും വിമാനത്തിലെയും ബ്ലാക്ക് ബോക്സ് പോട്ടാമക് നദിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു.
അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന് ദേശീയ ഗതാഗത സുരക്ഷാ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. അതേസമയം വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മോദി ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും അമേരിക്കയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തതായി സമൂഹമാധ്യമമായ എക്സിലൂടെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സഹോദരി ശ്രീധുവിനോടുള്ള കടുത്ത വിരോധമാണ് ഹരികുമാർ കുഞ്ഞിനെ വധിക്കാൻ കാരണമെന്നാണ് പോലീസ് നിഗമനം. ക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചത് എന്താണ്? എന്തിനാണ് ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നത്? ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. കേസിൽ അറസ്റ്റിലായ അമ്മാവൻ ഹരികുമാറും കുട്ടിയുടെ അമ്മ ശ്രീധുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഹരികുമാറും ശ്രീധുവും നിഗൂഢമായ മനസ്സുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസ് ഈ നിഗമനത്തിലേക്ക് എത്തിയത്. തൊട്ടടുത്ത മുറികളിൽ താമസിച്ചിരുന്ന ഇവർ തമ്മിൽ വാട്സപ്പ് വീഡിയോ കോളുകൾ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഹരികുമാർ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നത്. അതേസമയം തിരുവനന്തപുരം റൂറൽ SP KS സുദർശൻ സംഭവം നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു. പ്രതി ഹരികുമാർ നൽകിയിരിക്കുന്ന മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് റൂറൽ SP പറഞ്ഞു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. പ്രതി കുറ്റം ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. എന്തിനാണ് കൊലപാതകം ചെയ്തതെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും SP പറഞ്ഞു. ശ്രീധുവിന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നതായിരിക്കും. ഈ കുടുംബത്തിന് ഒരു ആത്മീയ ആചാര്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും പങ്കുള്ളതായിട്ട് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്? അല്ല, അത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് സയൻറ്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പറയുന്ന കാരണം അതേപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായി കാരണം കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കുറ്റം ചെയ്തതായി ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിൻ്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നത്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധു മതപഠന ക്ലാസുകളിൽ എത്തിയിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ എന്നും വ്യക്തമായിട്ടുണ്ട്. ഹരികുമാർ മറ്റു ജോലികൾക്കൊന്നും പോയിരുന്നില്ല. ശ്രീധുവിനും കുടുംബത്തിനുമുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത മാറ്റാൻ ആഭിചാരക്രിയകൾ ഉൾപ്പെടെ പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുണ്ട്. ദേവേന്ദു ജനിച്ചതിനു ശേഷമാണ് കുടുംബത്തിന് കടബാധ്യത വന്നതെന്ന് ഹരികുമാർ വിശ്വസിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന്റെ മൂത്ത കുട്ടിയുടെയും ഹരികുമാറിന്റെ അമ്മയുടെയും മൊഴി പോലീസ് എടുത്തു. മൂത്ത കുട്ടിയെയും ഹരികുമാർ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം പിതാവ് ശ്രീജിത്തിനെയും മുത്തശ്ശി ശ്രീകലയെയും പോലീസ് വിട്ടയച്ചിരുന്നു. ഇവർ മാത്രമാണ് ദേവേന്ദുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. ശ്രീധുവിനെ വനിതാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഹരികുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിൽ ശ്രീധു മൊഴി നൽകിയതിൽ പോലീസിന് സംശയമുണ്ട്. ഇതോടുകൂടെ ഈ ആഴ്ചയിലെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.